അമ്മേ അങ്ങോട്ട് നോക്കിയത് ആരാ വരുന്നതെന്ന്? വാ വാ വാ. അല്ല ഇതാര്? നമസ്കാരം. നമസ്കാരം. വാ വാ വാ. നമസ്കാരം. ഇരിക്ക്. ഇരിക്കും മക്കളെ. എന്താ ചേച്ചി കാണുന്നില്ല? ദേവയാനി, ദേവയാനി, ആരാ വന്നിരിക്കുന്നത് കണ്ടോ? രവീന്ദ്ര, നീ എത്തിയോ? കനകേ, കോഫി എടുത്തോണ്ട് വാ. ആ ശരി മാഡം. എന്തായാലും എനിക്ക് സന്തോഷായി. ഇരിക്കേ ഇരിക്കേ. രവീന്ദ്ര, ആദ്യം തന്നെ ഞാൻ നിന്നോട് ക്ഷമ ചോദിച്ചോട്ടെ. അയ്യോ, എന്തിനാ ചേച്ചി എന്നോട് മാപ്പിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? അത് വിട്ടേക്ക്. എന്തൊക്കെയായാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. അമ്പലത്തിൽ വെച്ച് നിന്നെ കണ്ടിട്ട് അവിടെ ഉണ്ടായൊരു പ്രശ്നം കൊണ്ട് നിന്നോട് പറയാതെ ഞാനിങ്ങ് പോന്നു. അവിടെ നിന്ന് നിന്നെ കയ്യോടെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു. ആ സമയത്താ ആ കല്യാണത്തിന് വന്ന ചില നികൃഷ്ട ജന്മങ്ങൾ എന്നെ ടെൻഷനിലാക്കിയത്. ഞാൻ നിന്നെ ഒട്ടും ശ്രദ്ധിക്കാതെ ആ സ്ഥലത്ത് നിന്നും പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അയ്യോ ചേച്ചി, എന്തിനാ ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ തരുന്നത്? ചേച്ചിയെ പറ്റി എനിക്ക് അറിയാവുന്നതല്ലേ. അങ്ങോട്ട് കൊടുക്കും. കോഫി എടുക്കും. ഇതാ മാഡം. ചേച്ചി, അമ്പലത്തിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. നമ്മുടെ വിക്രമന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ അത് വിശദമായിട്ട് എനിക്ക് എന്താണെന്നറിയില്ല. വിക്രം ഏതൊരു പെണ്ണിനെ സ്നേഹിച്ച് ആർക്കും അറിയാതെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം മാത്രം എനിക്കറിയാം. എന്നാൽ അതിനുശേഷം വിക്രമിന്റെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അവൻ കല്യാണം കഴിച്ച പെണ്ണിനോട് എന്താ അവൻ ജീവിക്കാഞ്ഞത്? ഇതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല. അമ്പലത്തിൽ വെച്ച് ചേച്ചി ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോഴാ എന്തോ കാര്യങ്ങളൊക്കെ നടന്നെന്ന് ഞാൻ അറിയുന്നത്. എന്താ ചേച്ചി ഉണ്ടായത്? എന്തിനാ വിക്രമ പെണ്ണിനെ ഉപേക്ഷിച്ചത്? അവർക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? എന്റെ മോൻ വിക്രമൻ എന്റെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുള്ളതാണെന്ന് അറിയില്ലേ? അവനും അമ്മ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാ. അങ്ങനെയുള്ള എന്റെ മോനെ കയ്യും കണ്ണും കാണിച്ച് വിജയലക്ഷ്മി എന്ന് പറഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരു പെണ്ണ് അവനെ മയക്കി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി കല്യാണം കഴിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദന വിക്രമിന്റെ വിവാഹ ജീവിതം കണ്ടിട്ടാ. അത്രയധികം മാനസികമായി എന്നെ അത് ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ഒട്ടും ചേരാത്തൊരു പെണ്ണ് അവന്റെ ലൈഫ് പാർട്ണറായിട്ട് വിക്രം സെലക്ട് ചെയ്തതുകൊണ്ടാ ഇന്നൊരു കുഞ്ഞിനെയും കൊണ്ട് ഒറ്റത്തടിയായി കഷ്ടപ്പെടുന്നേ. അതുകൊണ്ട് നാട്ടുകാരെല്ലാം വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നേ. പണം, അന്തസ്, അഭിമാനം ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? വീട്ടില് വിളക്ക് കത്തിക്കാൻ നല്ലൊരു മരുമകളില്ലല്ലോ. വേറൊരു വിവാഹം കഴിക്കാൻ പറഞ്ഞാലും അതിന് വിക്രം സമ്മതിക്കുന്നുമില്ല. മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളും വെച്ചുകൊണ്ട് മകന് വേണ്ടി ഓരോ നിമിഷവും അവൻ തള്ളി നീക്കുന്നത്. രവീന്ദ്ര, ദേവയാനി, എന്തിനാ മോളെ വീട്ടിൽ വരുന്നവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? വിദേശത്തുനിന്ന് വന്ന ഇവരെ എന്തിനാ ഇതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നേ? അയ്യോ, ദേഷ്യം വരുന്നുണ്ട്. അല്ല രവീന്ദ്രമോനെ,
ലണ്ടനിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നുള്ളോ? നിങ്ങളുടെ മോള്, അല്ല അവളുടെ പേരെന്താ? കീർത്തി എന്നല്ലേ? അവള് വന്നില്ലേ? അല്ലമ്മേ, അവളുടെ പേര് കീർത്തി എന്നല്ല. പിന്നെ ആർത്തിയാ? അല്ല, പ്രീതി. ഓ, പ്രീതിയല്ലേ? ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അവളിങ്ങോട്ട് പറന്നു വന്നോണ്ടിരിക്കുക. പറന്നു വരാൻ അവളെന്താ കാക്കയാണ്? കാക്കയല്ല, കിളിയാ. അവൾ അത്രയ്ക്ക് സുന്ദരിയാ. കിളി വന്നെന്നാ തോന്നുന്നേ. ചേച്ചി, ഇവളാണ് എന്റെ മകള് പ്രീതി. അമ്മായി എന്നെ അനുഗ്രഹിക്കണം. നന്നായി വാ മോളെ, നന്നായി വാ. അമ്മാവ എന്നെ അനുഗ്രഹിക്കണം. ആ നന്നായി വാ മോളെ, നന്നായി വാ. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം. നല്ലത് വരും മോളെ, നല്ലത് വരും. കൊള്ളാലോ രവീന്ദ്ര, നിങ്ങളുടെ മോള് ലണ്ടനിലാണ് പഠിച്ചതെങ്കിലും നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ നല്ലോണം അറിയാലോ. ലണ്ടനില് മാത്രമല്ല, ഞാൻ ചൊവ്വാഗ്രഹത്തിൽ പോയി തിരിച്ചിങ്ങോട്ട് വന്നാലും ഞാൻ നമ്മുടെ സംസ്കാരം ഒന്നും മറക്കുന്നവളെയല്ല. എങ്ങനെ മുതിർന്നവരോട് പെരുമാറണമെന്നും എങ്ങനെ അനുഗ്രഹം നേടിയെടുക്കണമെന്നും എനിക്കറിയാം. ശ്രീരാമജയം 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 ശ്രീരാമ